ഗാസ പുനർനിർമ്മാണത്തിനുള്ള അറബ് പദ്ധതിയെ പിന്തുണച്ച് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ. ഗാസയുടെ പുനർനിർമ്മാണത്തിന് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള പദ്ധതിയാണിത്. ഇത് നടപ്പിലാക്കിയാൽ മുനമ്പിൽ താമസിക്കുന്ന പലസ്തീനികളുടെ ജീവിത സാഹചര്യങ്ങൾ വേഗത്തിലും സുസ്ഥിരമായും മെച്ചപ്പെടുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹമാസ് ഗാസ ഭരിക്കുകയോ ഇസ്രയേലിന് ഭീഷണിയാകുകയോ ചെയ്യരുത്. പുനർനിർമ്മാണത്തിൽ പലസ്തീൻ അതോറിറ്റിയുടെ പങ്കിനെയും അതിന്റെ പരിഷ്കരണ അജണ്ട നടപ്പിലാക്കുന്നതിനെയും പിന്തുണയ്ക്കുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈജിപ്ത് തയ്യാറാക്കി അറബ് നേതാക്കൾ അംഗീകരിച്ച പദ്ധതി ഗാസ മുൻപിനെ മിഡിൽ ഈസ്റ്റ് റാവിയറ ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേലും നിരസിച്ചിരുന്നു. അറബ് പദ്ധതിയിൽ 3 പ്രധാന ഘടകങ്ങളുണ്ട്. ഇടക്കാല നടപടികൾ, പുനർനിർമ്മാണം, ഭരണം. ഗാസ മുനമ്പിലെ പ്രധാന വടക്ക് തെക്ക് ഹൈവേയായ സലാഹ് അൽദീൻ സ്ട്രീറ്റിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് 6 മാസത്തെ കാലയളവിലേക്ക് സ്വതന്ത്രരും പ്രൊഫഷണലുകളുമായ പലസ്തീൻ വിദഗ്ധരുടെ ഭരണസമിതി രൂപീകരിക്കണമെന്നാണ് പദ്ധതിയിലെ നിർദ്ദേശം. ഗാസ മുനമ്പിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം 1.2 ദശലക്ഷം ആളുകളെ ഉൾക്കൊള്ളുന്നതിനായി 2 ലക്ഷം താൽക്കാലിക ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുകയും 60,000 തകർന്ന കെട്ടിടങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. താൽക്കാലിക നടപടികൾ പൂർത്തിയായതിനു ശേഷം ദീർഘകാല പുനർനിർമ്മാണത്തിന് 4-5 വർഷം കൂടി വേണ്ടിവരും. ആ കാലയളവിൽ കുറഞ്ഞത് 4 ലക്ഷം സ്ഥിരം വീടുകൾ നിർമ്മിക്കുന്നതിനൊപ്പം ഗാസയിലെ തുറമുഖവും അന്താരാഷ്ട്ര വിമാനത്താവളവും പുനർനിർമ്മിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ക്രമേണ വെള്ളം, മാലിന്യ സംവിധാനം, ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും പുനഃസ്ഥാപിക്കും. ഗാസയിലെ ഇടക്കാല ഭരണസമിതിയെ പിന്തുണയ്ക്കാൻ സ്റ്റിയറിംഗ് ആൻഡ് മാനേജ്മെന്റ് കൗൺസിൽ സ്ഥാപിക്കുന്നതിനും പദ്ധതി ആവശ്യപ്പെടുന്നു. ഗാസയിലേക്കുള്ള സഹായ വിതരണം 4 ദിവസത്തിനുള്ളിൽ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇസ്രയേലിനെതിരായ സൈനിക നടപടികൾ പുനരാരംഭിക്കുമെന്നാണ് ഹൂതി വിമത സംഘം വ്യക്തമാക്കിയത്. പലസ്തീനികൾക്ക് പ്രസ്താവനകൾ കൊണ്ട് പിന്തുണ നൽകുന്ന പ്രസ്ഥാനം മാത്രമല്ല തങ്ങളുടേതെന്ന് ഹൂതി നേതാവായ അബ്ദുൽ മാലിക് പറഞ്ഞു. ഗാസയിലെ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഹമാസ് പൂർണ്ണമായും പാലിച്ചുവെന്നും എന്നാൽ ഇസ്രയേൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നും അബ്ദുൽ മാലിക് കൂട്ടിച്ചേർത്തു. US സർക്കാരിന്റെ പിന്തുണയാണ് പലസ്തീനികൾക്കെതിരായ ഇസ്രയേൽ അതിക്രമം വർദ്ധിക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു.